ആ കാലഘട്ടത്തിൽ ഒരുപാട് നാടകങ്ങൾ നാട്ടിൽ തന്നെ നമ്മുടെ സ്ത്രീകളെല്ലാം പുരുഷന്മാരനെ സ്ത്രീകളായി അഭിനയിച്ചുകൊണ്ടുള്ള നാടകങ്ങൾ ഒരുപാട് അവതരിപ്പിച്ചിട്ടുണ്ട് ആ കാലത്ത്. അന്ന് ഒരു നാട്ടിലെ ഒരു കൂട്ടായ്മയാണ്. അന്ന് ഇന്നത്തെ പോലെ ട്യൂബ് ലൈറ്റൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മുടെ പെട്രോൾ മാക്സ് 2 പെട്രോൾ മാക്സ് സ്റ്റേജിൻ്റെ അപ്പുറം ഇപ്പുറം കെട്ടിയിട്ടുകൊണ്ട് നാടകം കളിച്ചിട്ടുണ്ട്. ഏന്തി കൃഷ്ണമാഷ് എന്ന് പറഞ്ഞാൽ മയ്യിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏന്തിയിൽ ഇവരെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട കുടുംബമാണ് ഏന്തി കൃഷ്ണമാഷ്. അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ പൂരക്കളിയുടെ ചരിത്രം, ഈ രാഷ്ട്രീയ പൂരക്കളി എഴുതിയ ആളാണ് അയാൾ. രാഷ്ട്രീയമായ പൂരക്കളി, അത് കണ്ടക്കൈ അധികാരിയുടെ ധിക്കാരമൊന്നും ഇനിമേലിൽ പറ്റില്ല, അക്കാലമെല്ലാം മറഞ്ഞു നശിച്ചുപോയി, ധിക്കാരമെല്ലാം വിത്തിട്ടവൻ വിള കൊയ്യണമെന്ന തത്വം ഇപ്പോഴെങ്ങാ മാറിപ്പോയോ അധികാരിയെ എന്ന് പറഞ്ഞിട്ടുള്ള പൂരക്കളി അയാൾ എഴുതിയിട്ട് നാട്ടിൽ കളിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് വായിച്ചാലും നമ്മളെ ഈ ഒരു പുസ്തക വായനക്ക് സമാനമായ ഒരു മൊബൈലും നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ല. കാരണം അതിൽ എനിക്കിപ്പോൾ നമ്മൾ എത്ര നോക്കിയിട്ടുണ്ട്, പക്ഷെ അത് ഓർമ്മയുണ്ട. ഇപ്പം ഞാനിപ്പം വിലക്ക് വാങ്ങാമിലെ കഥാപാത്രങ്ങളെ നമ്മളിപ്പം പറയും. കിരണും ദിവാങ്കുരസെന്നും അഘോരനപ്പൂപ്പനും ലക്ഷ്മിയടത്തിയും സതിയടത്തിയും ആ പുസ്തകത്തിലെ കഥാപാത്രം എത്രയോ വർഷം മുമ്പേ വായിച്ച പുസ്തകത്തിലെ കഥാപാത്രം ഇപ്പം നമുക്ക് ഓർമ്മിക്കുക. കാരണം അത് നമ്മുടെ മനസ്സിൽ വിളിച്ചേരും ആ അത്തരം വായന. MTൻ്റെ 4 കെട്ട് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ നായർ കുടുംബങ്ങളിലെ വ്യവസ്ഥിതിനെ നമ്മുടെ കൃത്യമായ ആളുകൾക്ക് അറിയാത്ത കാര്യങ്ങൾ പുതിയ തലമുറക്ക് അറിയിക്കുകയാണ്. അന്ന് മെമ്പർഷിപ്പൊന്നും ഇല്ലപ്പോൾ. അന്ന് മെമ്പർഷിപ്പ് എന്ന് പറയുന്നതല്ല. പിന്നീട് ഈ ലൈബ്രറി ഗ്രന്ഥശാല സംഘം വന്നപ്പോൾ ഈ പണിക്കറാണ് അതിൻ്റെ എല്ലാം ഒരു ഉപജ്ഞാതാവ്. ഇന്ന് രജിസ്റ്ററുകൾ സൂക്ഷിക്കണം വായനശാലകൾ, മെമ്പർമാർക്കൊരു രജിസ്റ്റർ വേണം, പുസ്തകം വിതരണം ചെയ്യുന്ന ഒരു രജിസ്റ്റർ വേണം, അതുപോലെ പുസ്തക സ്റ്റോക്ക് രജിസ്റ്റർ വേണം. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലാണ് അത് വരുന്നത്. അപ്പോൾ ഒരു വരിസംഖ്യ രജിസ്റ്റർ, അന്ന് വരിസംഖ്യ 50 പൈസയാണ്. 50 പൈസ. ഇപ്പം നമ്മളത് 60 റുപ്യ, ഒരു കൊല്ലത്തേക്ക് 60 റുപ്യ ആക്കണമെന്ന് ലൈബ്രറി കൗൺസിലിൻ്റെ ഒരു നിയമത്തിൽ കൂടി വന്നിട്ടുണ്ട്. 60 റുപ്യ എത്ര ആൾ വാങ്ങുന്നുണ്ടെന്നുള്ള കാര്യം. കാരണം അത് അങ്ങനെ കൊടുക്കാനൊന്നും ആരും പിരിക്കാനൊന്നും ഇപ്പം തരില്ല. കാരണം ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറിപ്പോയത്. അന്ന് ഒരു റെസിപ്റ്റ് ബുക്കിൻ്റെ അകത്ത് 50 പൈസ വരിസംഖ്യ അങ്ങനെയാണ് പിരിക്കുക. അതിൻ്റെ കണക്കുകൾ അത് പരിശോധിക്കപ്പെടുന്ന ലൈബ്രറി ഗ്രന്ഥശാല സംഘത്തിൻ്റെ പരിശോധനക്കെല്ലാം വിധേയമാണ്. പിന്നെ സംഭാവന മേടിക്കുക. നമ്മൾ തൽപരരായ ആളുകളോട് സംഭാവന വാങ്ങിയിട്ട് ആ സംഭാവനക്ക് റെസീറ്റ് കൊടുത്ത് ആ സംഭാവനൻ്റെ പൈസ കൊടുത്ത് പുസ്തകം വാങ്ങിക്കുക. അതുപോലെ വികസനം, നമ്മുടെ പരിപാടികൾ നടത്തണം, വാർഷികാഘോഷങ്ങൾ. അന്ന് ഇന്നത്തേക്കാണ് കൂടുതൽ വാർഷികങ്ങൾ നടത്തിയൊരു കാലമാണ്. ആ കാലഘട്ടത്തിൽ ഒരുപാട് നാടകങ്ങൾ നാട്ടിൽ തന്നെ നമ്മുടെ സ്ത്രീകളെല്ലാം പുരുഷന്മാരനെ സ്ത്രീകളായി അഭിനയിച്ചുകൊണ്ടുള്ള നാടകങ്ങൾ ഒരുപാട് അവതരിപ്പിച്ചിട്ടുണ്ട് ആ കാലത്ത്. അന്ന് ഒരു നാട്ടിലെ ഒരു കൂട്ടായ്മയാണ്. അന്ന് ഇന്നത്തെ പോലെ ട്യൂബ് ലൈറ്റൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മുടെ പെട്രോൾ മാക്സ് 2 പെട്രോൾ മാക്സ് സ്റ്റേജിൻ്റെ അപ്പുറം ഇപ്പുറം കെട്ടിയിട്ടുകൊണ്ട് നാടകം കളിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഞാൻ തന്നെ കാണുന്നത് ഒരു മലബാർ ഈ NES ബ്ലോക്ക്, ഇരിക്കൂർ ബ്ലോക്ക് സ്ഥാപിച്ച കാലത്ത്, അന്ന് ഇരിക്കൂർ ബ്ലോക്കിലെ ഡെവലപ്മെൻറ്റ് ഓഫീസർ ഒരു BDO ബാലഗോപാലനായിരുന്നു. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു ജീപ്പും കൊണ്ട് ഈ ഭാഗത്ത് വന്നത്. ഒരു ജീപ്പും കൊണ്ട് വന്നിട്ട് അന്ന് കേരളത്തൊരു സെമിനാർ വെച്ചിരുന്നു, ഒരു കാർഷിക സെമിനാർ 3 ദിവസം നീണ്ടു നിന്നേ. ആ സെമിനാറിൽ കൈമാപ്പറമ്പൻ്റെ കഥാപ്രസംഗം ഉണ്ടായിരുന്നു. പ്രൊഫസർ കൈമാപ്പറമ്പൻ, ജോസഫ് കൈമാപ്പറമ്പൻ എന്ന് പറയുന്ന ഒരു കാഥികൻ. ആ കാഥികൻ്റെ കഥാപ്രസംഗവും സ്റ്റേജിൽ ഫുള്ളായിട്ട് ട്യൂബ് ലൈറ്റ് ജനറേറ്റർ കൊണ്ടുവന്നിട്ട് ട്യൂബ് ലൈറ്റോട് കൂടിയാണ് ആ സെമിനാർ. 2 ദിവസത്തെ ഒരു സെമിനാറായിരുന്നു. ആദ്യമായിട്ട് നമ്മൾ ട്യൂബ് ലൈറ്റ് കാണുന്നത് ആ കാലത്താണ്. ഈ ബാലഗോപാൽ അയാൾ പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അയാൾ അതിൻ്റെ ഡയറക്ടറായിട്ടാണ് പിരിഞ്ഞ് വീഡിയോയിലായി. പിന്നീട് അയാൾ അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ. അത്രയും ജനകീയനായിരുന്നു. അന്ന് ഗ്രാമസേവകന്മാർ എന്ന് പറയുന്നത് നാട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ്. ഒരു ഗ്രാമസേവകനായിരിക്കും ആ പ്രദേശത്തെ ആളുകളെ കൂട്ടായ്മയും അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്ന അതുകൊണ്ടാണ് ആ ഗ്രാമസേവകൻ. പിന്നീട് അവർ പറഞ്ഞത് ഒരു താണ പേരാന്ന് പറഞ്ഞിട്ട് അവർ പേര് മാറ്റാൻ വേണ്ടി കൊടുത്തു. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാക്കി മാറ്റിയത് ഗ്രാമസേവകൻ എന്നുള്ളത്. അവർക്കെന്തോ ഒരു ഗ്രാമങ്ങൾ സേവിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു മോശം, അതായിരുന്നു നല്ല പേര്. പക്ഷേ അവരിപ്പോൾ അത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് മാറ്റി. അപ്പോൾ അതിൻ്റെ അകത്തൊരു വലിയ പങ്ക് വഹിച്ചവരാണ് ആ കാലത്ത്. അഫിലിയേഷൻ ഈ പറഞ്ഞ പോലെ 500 പുസ്തകങ്ങൾ വേണം. ഈ പറഞ്ഞ രജിസ്റ്ററുകൾ, ഒരു വർഷത്തെ പ്രവർത്തനം,
ഒരു വായനശാല ഉണ്ടാക്കിയാൽ ഇപ്പോൾ സപ്തരാശ്മി വായനശാല രൂപീകരിച്ചു. ഒരു 2000 അല്ലെങ്കിൽ 1000 ഇപ്പോൾ 2025 ഇന്നത്തെ ഈ ദിവസം രൂപീകരിച്ചു. അടുത്ത കൊല്ലത്തെ ഒരു വർഷം വരുമ്പോൾ ആ ഒരു വർഷക്കാലത്തെ വരവ് ചെലവ് കണക്ക് തയ്യാറാക്കി ആ പീരീഡിൽ നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം കാണിച്ച് അത് പരിശോധിക്കും. പുസ്തകത്തിൻ്റെ സ്റ്റോക്ക് രജിസ്റ്റർ, ഈ വരിസംഖ്യാ രജിസ്റ്റർ, ഈ പുസ്തകങ്ങളുടെ എണ്ണം, ഇതെല്ലാം കൂടി പരിശോധിച്ചിട്ടാണ് അഫിലിയേഷൻ കൊടുക്കുക അന്ന്. ഇന്നിപ്പോൾ നമ്മൾ 1000 പുസ്തകമാണ് ഇപ്പോൾ 1000 പുസ്തകമാണ് 1000 പുസ്തകമാണ് ഇപ്പോൾ. അപ്പോൾ ഷെഡ്യൂൾഡിൻ്റെ ട്രൈബ് കാലത്ത് അവിടെ 500 കൊണ്ടു. ഇപ്പോൾ അത് ഈ ഒരു കൊല്ലത്തെ ബാക്ക്ഗ്രൗണ്ട് പ്രവർത്തനം വേണം. അല്ലാണ്ട് ഇപ്പം തന്നെ നമ്മൾ ഇന്ന് വായനശാല ഉണ്ടാക്കി പോയാൽ അഫിലിയേഷൻ കിട്ടില്ല. ഒരു വർഷത്തെ പാരമ്പര്യം അതിനുണ്ടാകണം. അങ്ങനെ ഇപ്പോഴും കൊടുക്കുന്നത് ആ സിസ്റ്റം ഇപ്പോൾ നിലവിൽ നിൽക്കുകയാണ്. അതന്നെ ഇപ്പോൾ അതിനകത്ത് ഒരുപാട് രജിസ്റ്ററുകളും കൂടുതൽ വന്നിട്ടുണ്ട്. അന്നത്തെ പോലെ ഇന്ന് ഒരുപാട് രജിസ്റ്ററുകളും അതിൻ്റെ സാഹചര്യങ്ങൾ പുസ്തക വിതരണങ്ങളെല്ലാം ഇപ്പം പുസ്തക വിതരണം വീട് മാത്രമല്ല വീടുകളിൽ പുസ്തകം കൊണ്ട് കൊടുക്കുകയാണ്. ഒരു ലൈബ്രറിയനുണ്ട്, ഇപ്പോൾ 2 ലൈബ്രറിയനുണ്ട്. ഒരു വനിതാ ലൈബ്രറിയൻ വീടുകളിൽ പുസ്തകം കൊണ്ട് കൊടുക്കുകയാണ്. അവർ അതിൻ്റെ റൂട്ട് ഡയറി വേണം. അവർ ഇന്ന് തിങ്കളാഴ്ച ഏത് ഭാഗത്താണ് പോകുന്നത്, ചൊവ്വാഴ്ച ഏത് ഭാഗത്താണ് പോകുന്നത്, അവരത് എഴുതി തയ്യാറാക്കണം. ഇന്ന് ചൊവ്വാഴ്ച പോയാൽ അവർ ആ ഭാഗത്ത് പോകുമ്പോൾ അവരുണ്ടാവണം. അതാണ് എൻ്റെ കണക്ക്. അപ്പോൾ അതിൻ്റെ റൂട്ട് ഡയറി അവരുടെ വായനശാലയിൽ വെക്കണം. അപ്പോൾ അത്ര സ്ട്രിക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അത് കാര്യങ്ങൾ ചെയ്യുന്നത് ഇന്നത്തെ. അന്നത്തെ പോലെയല്ല. ഇന്ന് ലൈബ്രറിമാർക്കെല്ലാം നല്ല ഉത്തരവാദിത്തം വേണം, നല്ല പ്രവർത്തനം. അവർക്ക് ആളുകൾക്ക് വായനയെ ഈ ലൈബ്രറിമാർക്കുള്ളൊരു പ്രത്യേകത, ഒരു ലൈബ്രറിയൻ ഒരു നല്ല വായനക്കാരനായിരിക്കണം. അവർ ഉദ്യോഗസ്ഥനായ പോരാ. അവർ ആ ലൈബ്രറിയിലുള്ള പരമാവധി പുസ്തകങ്ങൾ വായിച്ചിരിക്കണം. കാരണം ഈ അവിടെ പോയാൽ ഒരു വായനക്കാരൻ പോയാൽ ഏത് പുസ്തകമാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു നല്ല പുസ്തകം വേണമെന്ന് ഒരാൾ വന്ന് ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് എടുത്തു കൊടുക്കാൻ കഴിയണം. ഇത് നല്ല പുസ്തകമാണ്, ഈ നോവൽ നല്ല പുസ്തകമാണ്, അത് നമ്മൾ വായിക്കണ്ടേ, അല്ലെങ്കിൽ എടുത്തു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അത് വരുമ്പം ഒരു ലൈബ്രറിയനാണ് ഏറ്റവും നല്ലൊരു വായനക്കാരൻ. ആ വായനശാലയിലെ ലൈബ്രറിയനായിരിക്കണം. അപ്പോഴേ അതുപോലെ തന്നെ വനിതാ പുസ്തക വിതരണ പദ്ധതിയിൽ പുസ്തകം വീട് കൊണ്ട് കൊടുക്കുന്ന ആ ലൈബ്രറിയന് നല്ല വായനക്കാരിയായിരിക്കണം. കാരണം അവർക്ക് ആ പുസ്തകങ്ങൾ അവർക്കറിയില്ല. ആ വീട്ടിലുള്ളവർക്ക് നിങ്ങൾ ഇന്നത് വായിക്ക്. ഇപ്പോൾ ചങ്ങമ്പുഴയുടെ രമണൻ, അതായത് രമണൻ നല്ല പുസ്തകമാണ്, നിങ്ങൾ വായിച്ചു നോക്കുന്നത്. അങ്ങനെ ഓരോ പുസ്തകങ്ങളും എടുത്തു കൊടുത്ത് വായിക്കാനുള്ളൊരു ത്വര ആ വായനക്കാരിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് മുഖ്യ പങ്ക് വഹിക്കാൻ ലൈബ്രറിയന് സാധിക്കണം. അപ്പോഴേ ആ വായനശാല പ്രവർത്തനം വിജയിക്കും. അല്ലാതെ നമ്മൾ യാന്ത്രികമായി നമ്മളൊരു കാര്യങ്ങൾ ഒരു ആവശ്യത്തിന് വേണ്ടി വരുന്നു, അത് ചെയ്തു കൊടുക്കുന്നു എന്നത് പോരാ. ഒരു ജനകീയമായി കുറേ കൂടി കാര്യങ്ങൾ പഠിച്ചുകൊണ്ടുള്ള ലൈബ്രറിമാരായിരിക്കണം ഓരോ ലൈബ്രറിയിലും ഉണ്ടാകണം. അതിപ്പോഴും ആ രീതിയിൽ വന്നിട്ടില്ല, എല്ലാ സ്ഥലത്തും അത് വന്നിട്ടില്ല. അത് വരണം. അങ്ങനെ വരുമ്പോഴേ ഈ ലൈബ്രറി പ്രവർത്തനത്തിൻ്റെ സജീവതയാവും. അതോടൊപ്പം തന്നെ ഇതിന് മാത്രം ഒതുങ്ങിയൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു പുസ്തകം കൊടുക്കുക എന്നുള്ളൊരു പണി മാത്രം പോരാ. ഒരു ലൈബ്രറി എന്ന് പറയുമ്പോൾ ആ നാട്ടിൻ്റെ ഒരു സാമൂഹ്യ വിനോദ പഠനമായിരിക്കണം, സാമൂഹ്യം വേണം, എല്ലാ കാര്യത്തിലും ഇടപെടാൻ വേണ്ടി കഴിയണം. ഇപ്പോൾ നമ്മുടെ പുതിയ യുഗത്തിൽ വരുമ്പം കമ്പ്യൂട്ടർ ഉണ്ടാകണം. അപ്പോൾ അവിടെ ഒരാവശ്യത്തിന് ഒരാൾ വരുന്നു, ഒരു ഫോട്ടോ സെറ്റ് എടുക്കണം. അപ്പോൾ അത് അപ്പുറം അക്ഷയ പോയിട്ട് പൈസ കൊടുത്ത് വന്ന് വീട് നമുക്ക് ചെറിയ പൈസ എടുത്ത് കൊടുക്കാൻ കഴിയും. അങ്ങനെ എല്ലാ മേഖലയിലും ഇടപെടാൻ വേണ്ടി കഴിയുന്ന ഒരു നിലയിലേക്ക് വരുമ്പോൾ നമ്മുടെ വായനശാലയ്ക്ക് ആൾ വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പുസ്തകം വായിക്കുന്നവർ മാത്രമേ വാങ്ങുള്ളൂ. അപ്പം സമസ്ത മേഖലയിലുള്ള ആളുകളും ഇവിടെ വരണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ എല്ലാ സൗകര്യവും വേണം. വായനശാലയിൽ വന്നാൽ ഇത് നടക്കും. അവിടെ പോയാൽ മതി, നിങ്ങളൊരു ഫോട്ടോ സെറ്റ് എടുക്കണം, അവിടെ ലൈബ്രറി പോയാൽ കിട്ടും എന്ന് പറയുമ്പോൾ ആളുകൾ വരും. അങ്ങനെ ഓരോ കാര്യത്തിലും നമുക്കൊരു അപേക്ഷ എഴുതി കൊടുക്കണം. ഞങ്ങളെല്ലാം അന്ന് PSC അപേക്ഷ പുറം PSC അപേക്ഷ പുറം അന്ന് കിട്ടും. PSC ഓഫീസ് പോയാൽ അത് നമ്മൾ വായനശാലയിൽ കൊണ്ടുവന്നിട്ട് അന്ന് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് അന്ന് എത്രയോ ആളുകൾ PSC പരീക്ഷയ്ക്ക് എഴുതുന്നത് അന്ന്. അങ്ങനെ കാരണം അവർക്കറിയില്ല PSC ഫോറം എവിടുന്ന കിട്ടുമെന്നൊന്നും. അപ്പോൾ PSC പുറം കൊണ്ട് കൊടുത്ത അപേക്ഷ എഴുതി കിട്ടിയവർ എൻ്റെ അറിവിൽ തന്നെ എത്രയോ ആളുകളുണ്ട്. അങ്ങനെയുള്ള എല്ലാ മേഖലയിലും ഇടപെടാൻ ഒരു ലൈബ്രറിയൻ കഴിയണം, ലൈബ്രറി പ്രവർത്തകർക്ക് കഴിയണം. നാട്ടിലെ പൊതു റോഡുകൾ, അതുപോലെയുള്ള എല്ലാ പൊതുവായ കാര്യങ്ങളിലെല്ലാം ഇടപെടുന്ന ഒരു ശക്തിയായി നമ്മുടെ ലൈബ്രറി വായനശാല ആ പ്രദേശത്തെ, അതുകൊണ്ടാണ് നമ്മളതിന് സർവകലാശാല എന്നെല്ലാം പറയുന്നത്. അല്ലാതെ വെറും ഒരു വായനയിൽ മാത്രം ഒതുങ്ങിക്കാൻ പാടില്ല. എല്ലാം കുട്ടികൾക്കുള്ള കാര്യങ്ങൾ ഇടപെടണം. അവരെ എക്സ്കർഷൻ നടത്തി കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി കാണിക്കണം. അതുപോലെ തന്നെ വനിതകൾക്ക്, ഇപ്പോൾ വനിതകളെല്ലാം വനിതാ വേദിയുടെ ഭാഗമായി അവർക്ക് കലാപരിപാടികൾ ആവിഷ്കരിച്ചു കൊടുക്കണം. വയോജനങ്ങൾ, ഇപ്പം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ വയോജനങ്ങളുടെ ഒരു മേഖലയാണല്ലോ നമ്മുടെ കേരളത്തിൽ. അപ്പോൾ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്കൊരു സൗഹൃദ സംഗമം, അവർക്ക് വൈകുന്നേരം വന്നിരിക്കാനും അവർക്ക് അതിനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് 2 വർത്തമാനം പറയാൻ വേണ്ടിയിട്ട്. അവർക്ക് വീട്ടിൽ നിന്നൊന്നും അവർ പറയില്ല, അവർക്ക് പുറത്തെത്തിയാൽ അവരെ സൗഹൃദം. എൻ്റെ ഒരു അനുഭവം, ഞാൻ ട്രഷറി ജീവനക്കാരനായിരുന്നു, 10-30 വർഷക്കാലം ട്രഷറിയിൽ പണിയെടുത്തതാണ്. അപ്പോൾ അവിടെ ഈ പെൻഷൻ വാങ്ങാൻ വേണ്ടി വരുന്നവരെ ഒരു അനുഭവമുണ്ട്. അവർ ഒരു ദിവസം, ഈ റിട്ടയർ ചെയ്തവർക്കെല്ലാം ഒരു ദിവസമായിരിക്കും പെൻഷൻ. മിക്കവാറും ഒരു മാർച്ച് 31 റിട്ടയർ ചെയ്തവർക്കെല്ലാം പെൻഷൻ കൊടുക്കുന്നത് ഏകദേശം ഒരു ദിവസമായിരിക്കും. ആ ഒരു കാലഘട്ടത്തിലെ ഒരേ സമപ്രായക്കാരായിരിക്കും. ഇപ്പോൾ 1ാം ഖജാന എന്ന് പറയുന്നത് 1ാം തീയതി, 2ാം തീയതി ഖജാന, 3ാം ഖജാന, അങ്ങനെ വരിക. അപ്പോൾ 1ാം ഖജാനയ്ക്ക് വരേണ്ടവർ ഇന്നവരും. അപ്പോൾ അവരെല്ലാം ആ ദിവസം വരും. ആ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യത്തെ കൂട്ടിക്കാഴ്ചൽ. അത് കഴിഞ്ഞിട്ട് അവർ ക്യാൻറ്റീനിൽ പോയി ഒരു ചായ കുടിക്കും.
തിരിച്ചു വരും. അങ്ങനെ അവർ പിന്നെ വരാതിരിക്കുന്നൊരു ഘട്ടമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ വീട്ടിൽ നിന്ന് സമതുലില്ലാണ്ട് വരിക. അവസാനം ഒരു ദിവസം ട്രഷറിയിൽ വന്നിട്ട് പിന്നെ തലയുറ്റി പോകും ആരെങ്കിലും ഒരാൾ. അപ്പോൾ മക്കൾ പറയും, പിറ്റേ പ്രാവശ്യം പറയും അച്ഛൻ്റെ ഇങ്ങനെ വരാൻ വേണ്ടി കഴിയില്ല, ഒരു മണി ഓർഡർ എഴുതാൻ വേണ്ടി നിങ്ങളൊരു സൗകര്യം ചെയ്യും. അങ്ങനെ അവർ മനസ്സോടു കൂടിയാണ് ഈ പെൻഷൻകാരന് ഒപ്പിട്ട് കൊടുക്കുക. കാരണം പിന്നെ അവൻ അവിടെ ട്രഷറിയിൽ വരണ്ട, മണി ഓർഡർ വീട്ടിലെത്തും. അപ്പോൾ അത് ആ സാമൂഹ്യ ഒരു അത്രയും കാലത്തെ അവരെ ജീവിതത്തിൽ ഒരു മാറ്റമാണ് പിന്നീട് വീട്ടിൽ ഒതുങ്ങിക്കൂടണം. അപ്പോൾ അങ്ങനെ വരുന്ന ഈ വയോജനങ്ങളെ നമുക്ക് പുതിയ ഈ വായനശാലയുടെ നേതൃത്വത്തിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് ഇതുപോലെ അത്ര വലിയൊരു സൗഹൃദമില്ലെങ്കിൽ നമുക്കൊരു 10-15 ആളുകൾ അവരെ ഇരുത്താനും അവരെ കാര്യങ്ങൾ പറയാൻ പറ്റാവുന്ന ഒരു വേദിയാക്കി നമ്മളെ വയോജന വേദിയെ മാറ്റിയാൽ അത് വലിയ സമ്പുഷ്ടമായിരിക്കും. വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ നേരത്തെ സ്ത്രീകളുണ്ടായിരുന്നു നമ്മുടെ പിന്നെ പഴയ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുഞ്ചാക്കമ്മ, അതുപോലെയുള്ള യശോദ ടീച്ചർ, നമ്മുടെ കാന്തലോട്ട് കുഞ്ഞുമ്പിൻ്റെ ഭാര്യ യശോദ ടീച്ചർ, നമ്മളൊരു ജാനകി ടീച്ചറുണ്ടായിരുന്നു ബക്കളത്ത്, കൊട്ടയാടൻ രാഘവമാഷ ഭാര്യയാണ്. അവർ സ്വാതന്ത്ര്യ സമരത്തിലെല്ലാം പങ്കെടുത്ത്, കായംബാ സമരത്തിലെല്ലാം പങ്കെടുത്ത് അവരെല്ലാം നല്ല വായനക്കാരായിരുന്നു. അവരെല്ലാം പ്രചോദനത്തിൻ്റെ നാരായണ ടീച്ചർ, നമ്മളെ എൻ.ടി. കൃഷ്ണമാഷെ പെങ്ങളുണ്ടായിരുന്നൊരു നാരായണ ടീച്ചർ കാവുമ്പോൾ MCR ഭാര്യയാണ്. എൻ.ടി. കൃഷ്ണമാഷ് എന്ന് പറഞ്ഞാൽ മയ്യിലെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ.ടി. കുടുംബം, ഇവരെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട കുടുംബമാണ് എൻ.ടി. കൃഷ്ണമാഷ്. അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ പൂരക്കളിയുടെ ചരിത്രം, ഈ രാഷ്ട്രീയ പൂരക്കളി എഴുതിയ ആളാണ് അയാൾ. രാഷ്ട്രീയമായ പൂരക്കളി, അത് കണ്ടക്കൈ അധികാരിയുടെ ധിക്കാരമൊന്നും ഇനിമേലിൽ പറ്റില്ല, അക്കാലമെല്ലാം മറഞ്ഞു നശിച്ചുപോയി, ധിക്കാരമെല്ലാം വിത്തിട്ടവൻ വിള കൊയ്യണമെന്ന തത്വം ഇപ്പോഴെങ്ങാ മാറിപ്പോയോ അധികാരിയെ എന്ന് പറഞ്ഞിട്ടുള്ള പൂരക്കളി അയാൾ എഴുതിയിട്ട് നാട്ടിൽ കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഞാനിപ്പോൾ ഓർമ്മിക്കുന്നത്, അദ്ദേഹം കൊട്ടയാടൻ രാഘവമാഷെ ഈ ജാനകി ടീച്ചറെ കല്യാണം കഴിച്ചപ്പോൾ അദ്ദേഹം ഒരു 4 വരി പിന്നെ മംഗളപത്രം എഴുതിയിരുന്നു. രാഘവന് സഖി ജാനകിയെ പോൽ, കെ രാഘവന് സഖി കെ ജാനകി എന്നും, രാഗവായ്പ് ജനസേവയിലാർന്ന് ഭോഗവാഞ്ച പെരുകാതമരട്ടെ. യാത്രാമംഗളത്തിലെ ഏറ്റവും അന്ന് ഈ കല്യാണത്തിനെല്ലാം ഒരു ചെല്ലുവാണെന്ന് മംഗളപത്രം വായിക്കുന്നുണ്ട്. ആ മംഗളപത്രത്തിലെ 4 വരിയാണ് ഇത്. സീതാദേവിക്ക് എങ്ങനെ, ശ്രീരാമനും സീതാദേവിനെ താരതമ്യം, രാഘവന് സഖി ജാനകിയെ പോൽ, കെ രാഘവന് കെ ജാനകി എന്നും, രാഗവായ്പ് ജനസേവയിലാർന്ന് ഭോഗവാഞ്ച പെരുകാതെ അമരട്ടെ എന്നാണ് ശ്ലോകം എൻ.ടി. കൃഷ്ണമാഷ് എഴുതിയത്. കാരണം അതിലൊരു സംഭവമാണ്. കാരണം അത് അത്തരം ആളുകളാണ് ആ കാലഘട്ടത്തിൽ ഇതിൻ്റെ മുന്നോട്ട് വരുന്നത്. സഹോദാനത്തിൻ്റെ ഒരു തുടക്കത്തിലാണ് ഞാൻ പറഞ്ഞത്. അത് അത്തരം കാര്യങ്ങൾ ഒരുപാട് നമുക്ക് പറയാനുണ്ടാവും. മികച്ച വായനക്കാരുണ്ട്. പിന്നെ ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ട് വായനക്കാർ. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു നമ്മുടെ കേരളത്തിൽ എനിക്ക് ഒരു കർഷക തൊഴിലാളിയായിരുന്നു. മരിച്ചു അയാൾ, എ കെ കൃഷ്ണാട്ടൻ എന്നാണ് പറയുക. അയാൾ കൃഷിപ്പണിയെല്ലാം കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വായനശാലയിൽ വന്നിട്ട് ഒരു ദിവസം ഒരു പുസ്തകം എടുത്ത് വായിക്കും. ഒരു തപസ്യ പോലെയാണ്. മിക്കവാറും നമ്മുടെ വായനശാലയിലുള്ള എല്ലാ പുസ്തകവും വായിച്ച ഒരാളാണ് അയാൾ. ഇന്നിപ്പോൾ നമ്മുടെ 2-3 ആളുകളുണ്ട് സ്ഥിരമായിട്ട് വായിക്കുന്നവർ. ഞാനവരെ നോട്ട് ചെയ്യുന്നുണ്ട്. കാരണം അത്തരം ആളുകൾ അപൂർവമേ ഉള്ളൂ. എല്ലാ സ്ഥലത്തും അതുപോലെ ആളുകളുണ്ടാവും സ്ഥിരമായിട്ട് വായിക്കുന്നത്. നമ്മൾ മറ്റു വായനശാലക്കാർ പറയുമ്പോൾ അത് പറയും. ഒരുപാട് ആളുകളുണ്ടാവും സ്ഥിരമായി വായിക്കുന്നവർ. അതുണ്ട് നമുക്കിപ്പോൾ. അതാണ് ഞാൻ പറഞ്ഞത്, വായന മരിക്കുന്നില്ല എന്ന് പറയുന്നതിനുള്ള ഞാൻ ആമുഖമായി പറഞ്ഞത്. വായന മരിക്കുന്നില്ല, വായനയുണ്ട്. പക്ഷെ അത് നമ്മൾ പുതിയ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലെല്ലാം ഭാഗമായി വരുമ്പോൾ, ഇപ്പോൾ നമ്മുടെ മൊബൈൽ കൂടി എല്ലാം വായിക്കാം. അങ്ങനെ വരുമ്പോൾ അതിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്ത് വായിച്ചാലും നമ്മളെ ഈ ഒരു പുസ്തക വായനക്ക് സമാനമായി ഒരു മൊബൈലും നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ല. കാരണം അതിൽ നമ്മളിപ്പോൾ എനിക്കിപ്പോൾ നമ്മൾ എത്ര നോക്കിയിട്ടുണ്ട്, പക്ഷേ അത് ഓർമ്മയുണ്ടാ. ഇപ്പം ഞാനിപ്പം വിലക്ക് വാങ്ങാമിലെ കഥാപാത്രങ്ങളെ നമ്മളിപ്പം പറയും. കിരണും ദിവാങ്കുരസെന്നും അഘോരനപ്പൂപ്പനും ലക്ഷ്മിയടത്തിയും സതിയടത്തിയും ആ പുസ്തകത്തിലെ കഥാപാത്രം എത്രയോ വർഷം മുമ്പേ വായിച്ച പുസ്തകത്തിലെ കഥാപാത്രം ഇപ്പം നമുക്ക് ഓർമ്മിക്കുക. കാരണം അത് നമ്മുടെ മനസ്സിൽ വിളിച്ചേരും അത്തരം വായന. അതുകൊണ്ട് വായന എപ്പോഴും നമ്മുടെ പുസ്തകം വായന, നേരിട്ടുള്ള വായന തന്നെയാണ് നമ്മുടെ വേണ്ടത്. അതല്ലാതെ അത് മറ്റേത് ഉപയോഗിക്കേണ്ടെന്നല്ല പറഞ്ഞത്. ഇപ്പോൾ വിദ്യാർത്ഥികളുള്ളത് വേണ്ടി വരും. പക്ഷേ സാധാരണക്കാർക്ക് അതാ വേണ്ടത്. വയോജനങ്ങളെ കുറച്ചുകൂടി ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ വായനശാലകൾ ശ്രദ്ധിച്ചാൽ സാധിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്. സാക്ഷരതാ പ്രവർത്തനത്തിന് ഞാൻ ഈ പറഞ്ഞില്ലേ, ആദ്യം അനൗപചാരിക വിദ്യാഭ്യാസത്തിൽ PN പണിക്കർ കാലത്ത് തന്നെ അക്ഷരം അറിയാത്തവർ അക്ഷരം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നേതൃത്വം കൊടുത്തത് വായനശാലയാണ്. പിന്നീട് സഖാവ് നായനാരുടെ സാക്ഷരതാ യത്നം, ആ യത്നത്തിൽ ഞാനൊരു വാർഡിൻ്റെ കൺവീനറായിരുന്നു. അതൊരു വലിയ അനുഭവമാണ്. നമ്മുടെ 10-20 ക്ലാസ്സുകൾ, ആ ക്ലാസ്സിൽ ഓരോ അധ്യാപകന്മാർക്ക് നമ്മൾ പോയിട്ടുള്ളൊരു പരിശോധന, അവിടെ ആ പഠിതാക്കൾക്കുള്ള ഒരു ശ്രദ്ധ, അവർക്ക് പാഠപുസ്തകം കൊടുക്കുമ്പോഴുള്ള അവർ സന്തോഷം,
അതെല്ലാം നമ്മളെ മനസ്സിൽ അവസാനം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ആയുഷുമൊക്കെ വേണ്ടിയിട്ട് അവിടെ നായനാർ കോഴിക്കോട് വെച്ച് നമ്മൾ ഇവരെ ബസ്സിൽ കൂട്ടിക്കൊണ്ട് പോയി സാക്ഷരതാ പ്രഖ്യാപനം, അതെല്ലാം നമ്മുടെ മനസ്സിലൊരു വലിയ ഓർമ്മകളാണ്. ആ സാക്ഷരതാ യത്നം വളരെ പ്രപ്പെട്ട ഒരു സംഭവമാണ്. അതോടുകൂടി നമ്മുടെ ആളുകൾക്ക് വായന ഇപ്പോൾ നമ്മൾ 93% 100% എന്നല്ലേ നമുക്ക് പറയാം. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു നില ഇപ്പോൾ അതുകൊണ്ടാണ് വന്നത് കേരളത്തിൽ. ആ വായന അനൗപചാരിക വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ നിന്ന് തുടങ്ങിയത് പിന്നീട് നമ്മുടെ നായനാരുടെ സാക്ഷരതാ യത്നത്തോടുകൂടി പൂർത്തീകരിക്കാൻ സാധിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. അതിൽ വലിയൊരു പങ്ക് നമുക്കുണ്ട്. അന്നത്തെ മികച്ച പുസ്തകങ്ങൾ ഞാൻ ഈ പറഞ്ഞ പുസ്തകങ്ങളിലാണ്. അയൽക്കാർ അന്നത്തെ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള പുസ്തകങ്ങളാണ് ഞാൻ പറഞ്ഞത്. അയൽക്കാർ, അതുപോലെ തന്നെ കയറ്. തകഴി കയറ് എഴുതിയപ്പോൾ അതൊരു വലിയ സംഭവമാണ്. കാരണം ആ അടിത്തട്ടുള്ള വിഭാഗത്തിൻ്റെ പുസ്തകം അതുപോലെ തന്നെ MTൻ്റെ നാലുകെട്ട് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ നായർ കുടുംബങ്ങളിലെ വ്യവസ്ഥിതിനെ നമ്മൾ കൃത്യമായ ആളുകൾക്ക് അറിയാത്ത കാര്യങ്ങൾ പുതിയ തലമുറക്ക് അറിയിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ ഈ നവോത്ഥാനത്തിന് ഈ പുസ്തകങ്ങൾ വെച്ച് പങ്ക് ചെറുതല്ല. അന്ന് ഈ തറവാട്ടിലെ അമ്മാവൻ്റെ ശിക്ഷണത്തിലാണ്. അന്ന് അച്ഛനൊരു വിലയില്ല ആ കാലത്ത്. കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ അച്ഛനല്ല, അമ്മാവനാണ്. അപ്പോൾ അമ്മാവൻ്റെ ശിക്ഷണത്തിലാണ്. അപ്പോൾ അമ്മാവൻ മരുമക്കൾക്കൊന്നും കാര്യമായിട്ട് കൊടുക്കില്ല. അപ്പോൾ അതിനെതിരായിട്ടുള്ള സമരങ്ങൾ, അങ്ങനെയാണ് നമ്മുടെ ഈ സമരങ്ങളെല്ലാം വരുന്നത്. ഈ പല സമരങ്ങളും വരുന്നത് അങ്ങനെയാണ്. കാരണം ഈ ജന്മിത്വത്തിൻ്റെ എല്ലാം പ്രധാനം ഈ ജന്മിത്വത്തിനെതിരായുള്ള സമരം വീട്ടിൽ സമരം തുടങ്ങിയിട്ടുണ്ട് കാരണവന്മാർക്കെതിരായിട്ട്. കാരണം അവർ കൃത്യമായിട്ട് കൊടുക്കാതെപ്പോൾ അവരെ എങ്ങനെയെങ്കിലും ഇതിൻ്റെ അകത്തുനിന്ന് പിടിച്ചെടുക്കാൻ നോക്കും സ്വത്ത്. അപ്പോൾ ആ രീതിയിൽ അന്നേ തുടങ്ങിയിട്ടുണ്ട് ഈ പരിപാടികൾ. അത് അന്ന് മുതലേ നമ്മൾ ഈ നവോത്ഥാനത്തിൻ്റെ ഭാഗം തന്നെ. ഈ വായനയിലേക്ക് പുസ്തകങ്ങളെല്ലാം വരുന്നത് പിന്നെയല്ലേ. നമ്മൾ അറിവ് ഇപ്പോൾ ഒന്നും അറിയാത്ത ആളുകൾ, അക്ഷരം അറിയാത്തവർ നന്നായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു വെളിച്ചപ്പാടൻ ഉണ്ടായിരുന്നു, നമ്മുടെ നെച്ചിക്കോത്തുകാവിലെ വെളിച്ചപ്പാടൻ. അദ്ദേഹത്തിന് അക്ഷരമില്ല. പക്ഷെ അയാൾ നമ്മൾ തെയ്യം കെട്ടിയിട്ടാകുമ്പം ഈ വാക്ക് നമ്മൾ പറയുന്നത് തമ്പുരാട്ടി സംസാരിക്കുന്നതുണ്ടല്ലോ, ഒരുപക്ഷെ സംസ്കൃതത്തിലിങ്ങനെ ഉതിർന്നു വരും വാഗ്ധോരണികളാണ്. വെറും കേട്ടുപഠിച്ചതാണ്, അന്ന് കേട്ടുപഠിക്കലാണ്. അപ്പോൾ എന്തിനാ നമ്മുടെ വീട്ടി ഭട്ടതിരിപ്പാട് ഈ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എല്ലാം കേട്ടുപഠിച്ചിട്ടില്ലുള്ളൂ. അങ്ങനെയാണല്ലോ അവർ അമ്പലത്തിൽ ശാന്തിക്കാരനായിട്ട് പോയപ്പോൾ കുട്ടിയോട് ചോദിച്ചത്. കുട്ടി കണക്ക് ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ എനിക്ക് അക്ഷരം അറിയില്ല എന്ന് ആ കുട്ടിയോട് പറഞ്ഞപ്പോൾ ആ കുട്ടിയാണല്ലോ പിന്നെ അക്ഷരം പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണ് മാന്മാർക്ക് കൊട എന്നത് അന്ന് ബെല്ലം കൊണ്ടുവന്ന പത്രത്തിൽ അതിൻ്റെ വേട്ടിപ്പട്ടതിരിപ്പാട് വായിക്കുകയാണ്. മാന്മാർക്ക് പൊട്ടിച്ച് ആഹ്ലാദത്തോടു കൂടി അതിൻ്റെ തുള്ളിച്ചാടി. കാരണം ഒരക്ഷരം അയാൾ വായിക്കുകയാണ്. അതാണ് ആ കാലം അന്ന്. അതുകൊണ്ടായിരുന്നില്ല നമ്മൾ പേടി വീട്ടിപ്പട്ടതിരിപ്പാടെല്ലാം കൊണ്ടുവന്നിടത്തി നമ്മൾ പേടി എത്തി. 2026 നമ്മൾ പുതിയ AC സംവിധാനത്തിൽ നിന്ന് വായനശാലിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നു എന്നുള്ള കാര്യം ഓർമ്മിക്കണം.